ശ്രീ പദ്ധതിയിൽ മുന്നണി മര്യാദ ലംഘിച്ച് ഒപ്പിട്ടതിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് സിപിഐ. കടുത്ത വിയോജിപ്പ് വാർത്താസമ്മേളനത്തിലൂടെ ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചതിന് പിന്നാലെ മന്ത്രിമാർ സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കം പരസ്യ പ്രതിഷേധവും തുടരുകയാണ് സിപിഐ. അനുനയ നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്ന സിപിഎം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ലെന്ന ഉറപ്പിൽ നിലവിലെ പ്രതിഷേധം മയപ്പെടുത്താനുള്ള നീക്കത്തിലുമാണ്. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 10-ാം തീയതിയിലെ പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ മലക്കം മറിച്ചിലാണ് PM ശ്രീയിൽ സംഭവിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. പദ്ധതി ഒപ്പിട്ടതിൽ സംതിങ് ഈസ് റോങ് എന്ന് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുന്നണി മര്യാദ ലംഘിച്ച് പദ്ധതി ഒപ്പിടുന്നതിലേക്ക് നയിച്ചത് എന്താണ്? മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദമോ? ഈ വിഷയമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ PK ഗോപൻ CPM പ്രതിനിധി, ശ്രീ സേനാപതി വേണു കോൺഗ്രസ് പ്രതിനിധി, ഗോകുൽ ഗോപിനാഥ് BJP പ്രതിനിധി, ശ്രീ MS വേണുഗോപാൽ നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സേനാപതി വേണു, എന്താണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം? മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണുന്നത് ആദ്യമല്ല. പല വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത്. CPM PM ശ്രീ എന്ന പദ്ധതി നടപ്പാക്കുന്നതിന് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ്. ഒരിക്കൽ മന്ത്രിസഭാ യോഗം വരെ എത്തിയ വിഷയവുമാണ്. ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. ഇത്തരം ഒരു ബാന്ധവം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഇതിനുമേലുണ്ട് എന്ന് ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണോ? രേണുക, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നയമാണ് പ്രധാനം. ആ നയം കൊണ്ടാണല്ലോ വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മതിയല്ലോ. ഇപ്പൊ 2020 ജൂലൈ 29-നാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. അപ്പോൾ കോവിഡ് കാലഘട്ടമാണ്. അതിന് വേണമെങ്കിൽ ന്യായീകരണങ്ങൾ പറയാം, പാർലമെന്റിൽ ചർച്ചയുണ്ടായില്ല, ബാക്കി എന്തുമായിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2020 നവംബർ 23-ന് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യശശേരിയനായി, ഇന്ന് അദ്ദേഹം ഇല്ല, ശ്രീ സീതാറാം യെച്ചൂരി വളരെ ദീർഘമായൊരു കത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എഴുതുകയുണ്ടായി. അതിൽ CPM-ന്റെ നയമാണല്ലോ അദ്ദേഹം പറയുന്നത്. അതിൽ അതിരൂക്ഷമായി ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും അതോടനുബന്ധിച്ച് ഈ PM ശ്രീയെ കുറിച്ചുള്ള വളരെ രൂക്ഷമായ വിമർശനമാണ്. അതായത് ഇത് നടപ്പിലാക്കുന്നത് RSSന്റെ അജണ്ടയാണ്, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്ന രീതിയിൽ ഇതിനെ അതിശക്തമായി എതിർക്കുകയും അതോടൊപ്പം CPM-ന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങളിത് നടപ്പിലാക്കില്ല, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത് നടപ്പിലാക്കില്ല എന്നൊരു നയം ഒരു പാർട്ടി പ്രഖ്യാപിച്ച് നിൽക്കുമ്പോൾ അത് പാർട്ടിയുടെ ഔദ്യോഗിക നയരേഖയായി വരികയും അത് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോഴേക്കും ഞങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് കിട്ടണം, അതുകൊണ്ട് PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പുവെക്കാതെ ഞങ്ങൾക്ക് എത്ര കാലം പോകാൻ കഴിയും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുമ്പോൾ ആ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. മുന്നണിയുടെ ഏകോപന സമിതിയുടെ കൺവീനർ അദ്ദേഹത്തിനും ഇതറിയില്ല. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10-ാം തീയതി ഏതായാലും പ്രധാനമന്ത്രിയും അമിത് ഷായും അതോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് ഇത്ര ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ CPM-ന്റെ എല്ലാ നയങ്ങളെയും എതിർത്തുകൊണ്ട്, ഇടതുപക്ഷത്തിന്റെ എല്ലാ നയങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഒപ്പിടണമെങ്കിൽ ആ ഒപ്പിടലിന് മേൽ അത് കേവലം സാമ്പത്തിക സഹായം ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ എന്തൊക്കെയോ ചില ഉള്ളുകള്ളികൾ ഉണ്ട്, ചില ഒളിഞ്ഞിരിക്കുന്ന സംതിങ് ബിഹൈൻഡ് ദ കർട്ടൻ. അതെന്ത് എന്നുള്ളത് ശിവൻകുട്ടിക്ക് ഏതായാലും അറിയുമെന്നറിയില്ല. അത് പുറത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ പലവട്ടം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമാണ്. കാരണം ഇവർ തമ്മിൽ എന്തോ ഞാനിപ്പോൾ അന്തർധാര എന്നൊരു പദം അതിപ്പം എന്താ പറയുക, സമൂഹം വല്ലാതെ ചിരിക്കുന്ന ഒരു പദമായതുകൊണ്ട് ഞാൻ ആ ഒരു പദത്തിലേക്ക് ഞാനത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ചില ഉള്ളുകളികൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 2023
ഫെബ്രുവരി 13-ാം തീയതിയിലെ ED-യുടെ സമൻസ് അത് പിണറായി വിജയന്റെ മകനെ അഡ്രസ് ചെയ്ത് പിന്നെ അത് ആവിയായി പോകുന്ന സ്ഥിതിവിശേഷം, അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന 40-45 പ്രാവശ്യം മാറ്റിയിരിക്കുന്ന ലാവലിൻ കേസ്, അതോടൊപ്പം തന്നെ തൃശൂർ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട DGP-യുടെ റിപ്പോർട്ട്, അതിൽ ADGP-യെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് ഞങ്ങൾ മാത്രമല്ലല്ലോ ഈ കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നത്. അപ്പോ ഈ സംശയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ CPM തുടക്കം മുതൽ ദേശീയ വിദ്യാഭ്യാസ നയവും ആ വിദ്യാഭ്യാസത്തെ നയത്തെ എതിർക്കുന്നതിന്റെ ഭാഗമായി നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ ഒരു വാക്കുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞപ്പോൾ അതൊരു അപഹാസ്യമായി പോയി. അതായത് കേന്ദ്ര നയത്തെ ഒളിച്ചു കടത്തുന്ന BJP-യെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് പ്രസംഗിച്ചത്. അപ്പോൾ അന്ന് നിയമസഭയ്ക്കകത്ത് VD സതീശൻ കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെയും അതോടൊപ്പം തന്നെ BJP-യുടെ നേതാക്കളുടെയും ഒക്കെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, ദ ബഞ്ച് ഓഫ് തോട്ട്സിനെ കുറിച്ചൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് ഒരുപക്ഷെ രേണുകയും ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ കാലാകാലങ്ങളായി ഉയർത്തുന്ന, അതായത് BJP-യും CPM-ന്റെ കേരളത്തിൽ, അതായത് ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമ്മിൽ എന്തൊക്കെയോ ചില അന്തർധാരകൾ, ആ പദം വീണ്ടും ഉപയോഗിക്കുക, എന്തൊക്കെയോ ചില ധാരണകളുണ്ട്. ആ ധാരണകളുടെ അടിസ്ഥാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട്. അതല്ലാതെ 1400 കോടി, ഇതിന്റെ ഒരു കൗതുകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ, ആ 2 സ്കൂളുകളുടെ മൊത്തത്തിൽ എണ്ണം കൂട്ടുമ്പോൾ 380-400 സ്കൂളുകളാണ്. അടുത്ത 5 വർഷക്കാലത്തേക്കേ ഉള്ളൂ. 6 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതിനൊന്നും പ്രസക്തിയില്ല. അപ്പോ അതിന് കിട്ടുന്ന ഈ തുകയ്ക്ക് വേണ്ടിയാണോ CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ പ്രഖ്യാപിതമായ എല്ലാ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഘടകകക്ഷികളെയോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ CPI-യെ പോലും മുഖവിലേക്ക് എടുക്കാതെ നേരം വെളുക്കുമ്പോഴേക്കും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി U വാസുകി ഡൽഹിയിൽ പോയി ഇത് ഒപ്പിട്ട് ഞങ്ങൾ പ്രിയ PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുന്നു. ഒപ്പിടാനുള്ള കാരണം എല്ലാ കാലഘട്ടത്തിലും ഇതിനെ എതിർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഈ സംഘപരിവാർ ആശയങ്ങളെ ഒളിച്ചു കടത്തുന്നു എന്നതിന്റെ പേരിൽ ഇതിനെ കഴിഞ്ഞ 4-5 കൊല്ലക്കാലമായി എതിർത്ത CPM-ന് എങ്ങനെ 24 മണിക്കൂർ കൊണ്ട് അല്ലെ 48-72 മണിക്കൂർ കൊണ്ട് ഈ നയം മാറ്റം വന്നു എന്നുള്ളത് ശ്രീ ഡോക്ടർ ഗോപൻ പറയട്ടെ, CPM-ന്റെ പ്രതിനിധി എന്നതിൽ. അപ്പോ ഞങ്ങൾ പറയുന്നു, ഇതിൽ എന്തൊക്കെയോ ചില ഇവർ തമ്മിലുള്ള ചില അന്തർധാര എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചില്ല, എന്തൊക്കെയോ സംതിങ് ഉണ്ട് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടേതായ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കേരളം പഠിപ്പിക്കുന്നത് ഗാന്ധി ഘാതകൻ ഗോഡ്സെ എന്ന് തന്നെ എന്ന ഹെഡ്ലൈനിലോട് കൂടിയാണ് ഇക്കാര്യം പറയുന്നത്. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെയും സവർക്കറേയും ഉൾപ്പെടുത്തുമെന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചരണം മാത്രമെന്നാണ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി പറയുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് മന്ത്രി പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറ വെക്കാനല്ല എന്നാണ് മന്ത്രി പറയുന്നത്. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതേണ്ട. കേരളത്തിന് സ്വന്തവും ശക്തവുമായ ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ട് എന്നതൊക്കെയാണ് അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കാനും വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ല. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെയാണെന്ന ചരിത്ര സത്യം കേരളത്തിൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആർക്കും വായിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇത് പ്രസക്തമാകുന്നത് CPI-യുടെ എതിർപ്പ് എന്ന് പറയുന്നത് ഇതിലൂടെ NEP നടപ്പിലാക്കുമോ, RSSന്റെ അജണ്ട നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് CPI-യുടെ എതിർപ്പ് എന്നത് ഓർക്കണം. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അത് വളരെ വ്യക്തമായി K. സുരേന്ദ്രനുള്ള മറുപടി എന്ന നിലയിൽ ഈ പ്രസ്താവനയിലൂടെ അത് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ CPI-യുടെ എതിർപ്പ് മയപ്പെടുത്തുക എന്ന നീക്കത്തിലെ ഒരു ചുവടുവയ്പ് കൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ കുറിപ്പ് എന്നുകൂടി നമ്മൾ കാണണം. CPM പ്രതിനിധി ഡോക്ടർ PK ഗോപനിലേക്കാണ്. ഡോക്ടർ PK ഗോപൻ, നോക്കൂ, ഈ വിദ്യാഭ്യാസ നയം, കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കുമോ എന്നതാണ് CPI-യുടെ വലിയ ആശങ്ക. CPI ആ എതിർപ്പ് എല്ലാ ഘട്ടങ്ങളിലും തുറന്നു കാട്ടിയതാണ്. പക്ഷേ മുന്നണി മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ആണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നതാണ് അവരെ ഈ രീതിയിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന കാര്യം.
അതിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു അനാവശ്യ ധൃതി ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദമുണ്ട്. അതാണ് CPIയെ പോലും അവരുടെ എതിർപ്പ് പോലും മറികടന്ന് ഈ രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലേക്ക് നയിച്ചത് എന്നതാണ്. അതിൽ ശ്രീ സേനാപതി വേണു പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാരണം ഈ അന്തർധാരയുടെ കോപ്പി ഞങ്ങൾ വാങ്ങിച്ചത് രാജസ്ഥാൻ മുഖ്യമന്ത്രി ശ്രീ ഗെഹ്ലോട്ടിൽ നിന്നാണ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ്. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു ഈ PMCയിൽ ഒപ്പിടുന്നതിന് BJP ആയിട്ട് എന്തൊക്കെ ധാരണയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ കോപ്പി അദ്ദേഹം തന്നു. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയതിനു ശേഷം ഞങ്ങൾ കർണാടകയിൽ നിന്ന് അതെടുത്തത്, അതിന്റെ കോപ്പി. പിന്നെ ഞങ്ങൾ തെലങ്കാനയിൽ പോയിരുന്നു, അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ 4 മുഖ്യമന്ത്രിമാർ നടപ്പിലാക്കിയപ്പോ അവരോട് ചോദിച്ചു ഞങ്ങളത് എങ്ങനെയാണ് BJP ആയിട്ടുള്ള ഡീല് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ PMC ഒപ്പിട്ടത്. അപ്പോ കോൺഗ്രസും BJPയുമായിട്ട് ഈ കരാർ ഒപ്പിടുന്നതിന് എന്തൊക്കെ ധാരണയാണോ ഉണ്ടാക്കുന്നത് അത് അനുസരിച്ച് CPM-ഉം കോൺഗ്രസും BJP ആയിട്ടുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു എന്നാണല്ലോ ഇപ്പോ ശ്രീ സേനാപതി പറഞ്ഞത്. അദ്ദേഹം ഇത്രയും കൃത്യമായിട്ട് ഇത് പറയണമെങ്കിൽ അവരുടെ ഗവൺമെന്റുകൾ PMCയിൽ ഒപ്പിട്ടപ്പോ ഇതെല്ലാം നടപ്പിലാക്കി കാണുമല്ലോ. അപ്പൊ അവരൊപ്പിടുന്നതിന് BJP ആയിട്ട് അന്തർധാര വേണ്ട, CPM ഒപ്പിടുന്നതിന് മാത്രം, അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ഒപ്പിടുന്നതിന് മാത്രം അന്തർധാര എന്നുള്ളത്. ഇടപെട്ടോട്ടെ, ഈ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും തങ്ങളെ ഇരുട്ടിൽ നിർത്തിയാണ് അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ആലോചിക്കാതെയാണ് ഇത് നടപ്പാക്കിയതെന്ന് ഘടകകക്ഷികൾ ആരെങ്കിലും ഇതുപോലെ പരസ്യമായി പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? സംതിങ് ഈസ് റോങ് എന്നാണ് ബിനോയ് വിശ്വം ഇന്നലെ ഉപയോഗിച്ച വാക്ക്. ഈ പദ്ധതി ഈ കരാറിന്റെ വിഷയം അതാണോ? അത് വേറെ പാർട്ടികൾ തമ്മിൽ പരിഹരിക്കേണ്ട വിഷയം, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഓക്കെ, താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ പറഞ്ഞത് 4 സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്, അവർ BJP ആയിട്ടുള്ള ധാരണ പ്രകാരമാണോ എന്ന് താങ്കൾ മറുപടി പറയുമ്പോൾ എൻ്റെ ഒരു സംശയമാണ്, അവിടെ ഒന്നും അവരുടെ ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടു എന്നൊരു പരാതി ഉയർന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ പക്ഷേ CPI പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. അവർ പ്രതിഷേധിക്കുന്നു, പരസ്യമായി പറയുന്നു. അവരുടെ പ്രതിഷേധം ഏത് തലത്തിൽ വരെ എത്തുമെന്ന് 27-നെ അറിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ വിഷയം ഈ കരാറും പിന്നെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമല്ല. CPM വിഷയം ക്ലിയർ ആയല്ലോ. CPIയുടെയും വിഷയം ഊതിപ്പെരിപ്പിക്കുക എന്നുള്ളതാണല്ലോ, അത് വളരെ വ്യക്തമായല്ലോ. അതിനെന്തായാലും നിന്നുതരാൻ ഉദ്ദേശിക്കുന്നില്ല. കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് നമ്മളുള്ളൂ, മറ്റേതിനെന്തായാലും നിന്നുതരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് മറുപടി ശ്രീ സേനാപതി കോൺഗ്രസിന്റെ പ്രതിനിധി, എന്റെ ബഹുമാന്യ സുഹൃത്ത്, അദ്ദേഹം ഇവിടെ ശക്തമായിട്ട് വാദിച്ചെടുത്തത് ഈ അന്തർധാരയെ കുറിച്ചാണ്. ഈ അന്തർധാര എന്നുള്ള സാധനം അല്ലാതെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താന്ന് പറ, ഈ കോൺഗ്രസ് ആവിഷ്കരിക്കുന്ന നിലപാട് എന്താന്ന് പറ, ഗ്ലോബലൈസേഷന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടെന്ന് പറ. BJP ആയിട്ട് കോൺഗ്രസിനുള്ള തർക്കം ഇതില. അവർ ഭരണകക്ഷിയും ഇവർ പ്രതിപക്ഷം എന്നുള്ളതല്ലാതെ ഒരു രാഷ്ട്രീയ തർക്കമില്ല, ആശയപരമായ ഒരു തർക്കമില്ല. നമ്മളതല്ല. അത് സമ്മതിച്ചു ശ്രീ PK ഗോപൻ. നോക്കൂ, കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട നയം എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുൻപ് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നയം എന്താണെന്ന് ചോദിക്കണമല്ലോ. ഇപ്പോൾ പോലും വന്ന പ്രസ്താവനയിൽ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്ന് നോക്കണമല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പാഠ്യപദ്ധതികളൊന്നും ഇവിടെ നടപ്പാകില്ല എന്നതാണല്ലോ അദ്ദേഹം ഈ മെസ്സേജിലൂടെ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു വിയോജിപ്പിന്റെ സ്വരമാണല്ലോ. CPM എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നത്? അല്ലെ, ഇത് എനിക്ക് പറയാൻ അവസരം തന്നെ. സേനാപതി 15 മിനിറ്റ് നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. ഇങ്ങനെ ചോദ്യം മാത്രമായിട്ടിരുന്നാൽ അങ്ങനെ അതൊരു ഡിബേറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നയം വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, ഈ കേരളത്തിൽ SSAയുടെ ഫണ്ട് വെട്ടിക്കുറച്ചപ്പോ, NHM-ന്റെ ഫണ്ട് വെട്ടിക്കുറച്ചപ്പോ, കേന്ദ്ര പദ്ധതികളുടെ വിഹിതം പൂർണ്ണമായിട്ട് വെട്ടിക്കുറച്ചപ്പോ അത് അവരുടെ ഒരു ഔദാര്യമായിട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്തത്.
നിങ്ങളും കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളുമെല്ലാം ഈ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ തെരുവിൽ നടത്തുന്ന പ്രസംഗത്തിലെ കണക്ക് കാണിക്കുന്നില്ല എന്നുള്ള ബാലിശം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അവസാനം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെടുത്തിയിട്ട് സുപ്രീം കോടതി ഇവരെ ഇട്ട്, അതുപോലെ കേരള ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരിനെ ഇട്ട് വട്ടം കറക്കി അവരോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ പൈസ കൊടുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കടം എഴുതി തള്ളുന്നില്ല? കേരള സർക്കാർ എഴുതി തള്ളിയല്ലോ, നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്ന് ആവർത്തി ചോദിച്ചു. നിങ്ങൾ എത്ര ചർച്ചയുണ്ടാക്കി ചാനലുകളിൽ, എത്ര വാർത്തകൾ കൊണ്ടുവന്ന്? SSIയുടെ ഫണ്ട് എത്ര കോടി രൂപയാണ് നമുക്ക് തരാതിരിക്കുന്നത്? ഈ PM ശ്രീയുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ഫണ്ട് തരാതിരുന്നാൽ, അത് നമ്മൾ ഒപ്പിടാതിരിക്കുമ്പോൾ അതിന്റെ ഫണ്ട് തരാതിരുന്നാൽ ശരിയാണ്, വേണമെങ്കിൽ അക്കാരണം പറയാം. പക്ഷെ അതിന്റെ മുന്നുപാധിയായിട്ട് വെച്ചിരിക്കുന്നത് SSIയുടെ ഫണ്ട് തരില്ല എന്നുള്ളതാ. SSIയുടെ 60% ഫണ്ട് കേന്ദ്ര സർക്കാർ തരേണ്ടത് ഇവിടുത്തെ BRC വർക്ക് ചെയ്യുവോ? ഇവിടെ SSI വർക്ക് ചെയ്യുവോ? ഈ സ്കൂളുകളിലെ വളരെ ദുർബലരായ കുട്ടികളെ സഹായിക്കുന്ന ഏതെങ്കിലും സ്കീമിൽ അവരുടെ സഹായം ഉണ്ടോ? ഉച്ചഭക്ഷണത്തിന് പൈസ തരുമോ? ഇങ്ങനെ 10,000 കോടി രൂപ കേരളത്തിന് താങ്കൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അതിലുള്ള എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല. കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ നമ്മൾ ആ ഫണ്ട് കിട്ടുന്നതിനുള്ള, വാങ്ങിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ കോടതിയിൽ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അത് നമുക്ക് അവകാശപ്പെട്ട തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് ആ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും തരത്തിൽ കീഴടങ്ങലല്ലല്ലോ അവിടെ സംഭവിച്ചിട്ടുള്ളത്. PM ശ്രീയിൽ അന്യായമായ 1000 കോടി പിടിച്ചു വെക്കുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടിക്ക് പോയില്ല? എന്തുകൊണ്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോയില്ല? തമിഴ്നാട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ബംഗാൾ നടപ്പാക്കിയിട്ടില്ലല്ലോ. കേരളം എന്തുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ആയിക്കളയാം, എന്നാൽ അങ്ങ് കീഴടങ്ങിക്കളയാം എന്നൊരു തീരുമാനമെടുത്തത്? അതിൽ ഘടകകക്ഷികളെ പോലും ഒപ്പം നിർത്താതെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഗവർണറുടെ വിഷയത്തിലും മറ്റ് ധനപ്രതിസന്ധി വിഷയത്തിലും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് PM ശ്രീയിൽ 1000 കോടി അന്യായമായി പിടിച്ചു വെച്ചപ്പോൾ ഈ നിയമ നടപടി എന്നൊരു പോംവഴി തേടാൻ കഴിയാതെ പോയത്? രേണുക ചുമ്മാ തമാശ പറയാതെ ശ്രദ്ധിക്കുന്നത്. തമാശയായിട്ടാണോ താങ്കൾക്ക് തോന്നിയത്? അതെ, ഇത് തമാശ തന്നെ. ആണോ? അതിപ്പോ ആ കേൾക്കുന്നവരുടെ ഇതല്ലേ, മനോനിലയല്ലേ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ മനോനില നിങ്ങൾ പറയുന്ന കോമഡിയാണെന്നാ. അതെ അതെ, താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായത്തിൽ പറയാം. ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ, താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായത്തിൽ മനസ്സിലാക്കാന്നേ, എനിക്കതിൽ വിഷയമില്ല. താങ്കളുടെ മനോനില അനുസരിച്ച് താങ്കൾക്ക് അഭിപ്രായം പറയാം. നിങ്ങൾ അങ്ങ് സംസാരിച്ചോളാൻ പറഞ്ഞില്ലേ, ഞങ്ങളങ്ങ് വിട്ടാരെ. സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അല്ല, താങ്കൾ പറഞ്ഞ കാര്യത്തിന് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കോമഡി എന്നൊക്കെ പറഞ്ഞ് സൗഹാർദ്ദ ചർച്ചയൊന്നും അല്ലല്ലോ. നിങ്ങൾ ആർക്ക് പഠിക്കുക? നിങ്ങൾ വൈകുന്നേരം ഇരുന്ന് ആർക്ക് പഠിക്കുക? കേരളത്തിൽ ഏത് അവതാരകയാണ് നിങ്ങൾ ഇൻവൈറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ചുമ്മാ മണ്ടത്തരം വിളിച്ചു. താങ്കൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? താങ്കൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കോമഡി പറഞ്ഞുകൊണ്ട് താങ്കൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ചുമ്മാ ചോദ്യം ചോദിച്ചാൽ മാത്രം മതിയോ? ഒരു 10,000 ചോദ്യം ചോദിക്കാൻ ഒരു ഉത്തരം പറയാനും സമ്മതിക്കില്ല. അതാ ഞാൻ ചോദിച്ചാൽ ആർക്ക് പഠിക്കാന്ന്. 10,000 ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന് കാണുന്നവർക്ക് ബോധ്യം ഉണ്ടാവും. നിങ്ങൾ അതേ കാണുന്നവർക്ക് ബോധ്യപ്പെട്ടോട്ടെ. നിങ്ങൾ അവരെ ഇരുത്തിയൊക്കെ ചർച്ച ചെയ്താൽ മതി. ഒരു ഘട്ടത്തിൽ പോലും സേനാപതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ല. ഞാൻ കേട്ടോണ്ടിരിക്കുക. ശ്രീ PK ഗോപൻ, താങ്കൾ സാങ്കേതിക തടസ്സം മൂലം ജോയിൻ ചെയ്യാൻ വൈകിയത് കൊണ്ടാണ് സേനാപതിക്ക് അത്രയും സമയം കൊടുക്കേണ്ടി വന്നത് തന്നെ. സേനാപതിയിൽ നിന്നും താങ്കളിലേക്ക് വരാൻ അത്രയും സമയമെടുത്തത്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റുകളിൽ ഈ കരാർ ഒപ്പിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു? കേരളത്തിൽ മാത്രം എന്താ പ്രശ്നം? നിങ്ങൾ ഇത് ആദ്യമായി ചർച്ച ചെയ്യുന്ന വിഷയമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ ഇതിന്റെ ആംഗിൾ എന്താണ് എന്നും ഒക്കെ താങ്കൾക്കറിയാം. ചുമ്മാ സമയം കളയാനേ ഇത്തരം തർക്കങ്ങൾ ഉപകരിക്കുള്ളൂ. അല്ല, നിങ്ങൾ സമയം കളഞ്ഞോ? നിങ്ങളുടെ ആംഗിളിൽ ഞാൻ നിന്നു തരില്ല. CPM ആയിട്ടുള്ള ചർച്ച ഡെവലപ്പ് ചെയ്യാൻ ഞാൻ നിന്നു തരില്ല. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ല എന്നതാണ് ഞാൻ ചോദിച്ചത്. CPM വിഷയം പോലും അല്ല ചോദിച്ചത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഈ ഫൈറ്റിംഗിൽ? News 18 സപ്പോർട്ട് ഉണ്ടായിരുന്നോ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഈ ഫൈറ്റിംഗിൽ? ഒന്നുമില്ലല്ലോ. അത് ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അവർ തരേണ്ട വിഹിതത്തെ സംബന്ധിച്ച് കേരളത്തിൽ പ്രതിപക്ഷം സഹായിച്ചോ? UDF ആരുടെ ഒപ്പം നിന്ന്? തരാത്ത BJPയുടെ ഒപ്പം നിന്ന്. കാരണം ഈ പണം കിട്ടാതിരിക്കുകയും കേരള ഇരുട്ടിലേക്ക് പോവുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ശമ്പളം കൊടുക്കുന്നതിന് തടസ്സമായി വരണമെന്ന് അവർ ആഗ്രഹിച്ചു. കേരളത്തിലെ 5 ലക്ഷം പിന്നാക്ക കുട്ടികൾക്ക് സഹായം ചെയ്യാൻ പാടില്ലെന്ന് അവർ ആഗ്രഹിച്ചു. അവർ എന്ത് ചെയ്തു എന്നാണ്? അവരല്ലേ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ടീവായിട്ട് നിന്ന ഇക്കാര്യത്തിൽ? അവർ സമരം നടത്തിയോ? അവർ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തതിനു വേണ്ടി പോയപ്പോ ചൂരൽമല ദുരന്തത്തിൽ അവർ സപ്പോർട്ട് ചെയ്തോ?
ഏതെങ്കിലും തരത്തിൽ അവർ സപ്പോർട്ട് ചെയ്തോ? ഈ കേരളത്തിന്റെ സമ്പത്ത് പിടിച്ചു വെക്കുമ്പോൾ ഇവിടുത്തെ GST വിഹിതത്തിന്റെ നഷ്ടപരിഹാരം തരുന്നില്ല. ഇത് അവരുടെ സഹായം, കേന്ദ്ര ഗവൺമെന്റിന്റെ സൗജന്യമാണോ? ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന പൈസയിലേ ചോദിക്കുന്നുള്ളൂ. ഏതെങ്കിലും കാര്യത്തിൽ അവർ സഹായിക്കുന്നോ? അങ്ങനെ സഹായിക്കാതെ വന്നപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് SSKയുടെ ഫണ്ട് കിട്ടുന്നില്ല. SSKയുടെ ഫണ്ട് കിട്ടാതാവുമ്പോൾ BRCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികൾക്ക് മറ്റ് സഹായം ചെയ്യുന്നതിന് തടസ്സമായിട്ട് വരുന്നു. കേരള സർക്കാരിന്റെ പൈസ എടുത്ത് 13,000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരള സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് 10 പൈസ തരുന്നില്ല. അങ്ങനെ തരാതെ വന്നപ്പോൾ അവർ വെക്കുന്ന ഉപാധി എന്ന് പറഞ്ഞാൽ PMC ഒപ്പിട്ടാലേ തരികയുള്ളൂ. അപ്പൊ PMC ഒപ്പിടുമ്പോഴെന്താ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഇംഗിതത്തിന് നിന്ന് കൊടുക്കത്തില്ല. പാഠപുസ്തകം കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിച്ചാൽ ഇവിടെ പാഠപുസ്തകം മാറ്റില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാർ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ഇവിടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ എന്തൊക്കെയാ ഒഴിവാക്കിയേ? അംബേദ്കറെ പഠിക്കാൻ പാടില്ല, ഗാന്ധിവധം പഠിക്കാൻ പാടില്ല, മുഗൾ രാജവംശം പഠിക്കാൻ പാടില്ല, പരിണാമ സിദ്ധാന്തം പഠിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് NCERTയുടെ സിലബസ്. അത് ഏത് സമയത്താ? 10, 11, 12 ക്ലാസ്സുകളിലൊന്നും പഠിക്കാൻ പാടില്ല. കാരണം കൗമാരത്തിൽ നിന്ന് കുട്ടികൾ അവരുടെ ബോധ നിലവാരം ഷേപ്പ് ചെയ്യുന്ന ഒരു സമയത്താണ് ആ പാഠഭാഗങ്ങൾ വരുന്നത്. അത് പഠിക്കാൻ പാടില്ല. ഇവിടെ എന്ത് ചെയ്തു ശ്രീ രേണുക? ഞങ്ങൾ ചെയ്തത് എന്താ? അത് ഫൈറ്റ് ചെയ്തുകൊണ്ട് അഡീഷണൽ പാഠപുസ്തകം ഉണ്ടാക്കി അത് മൊത്തം പഠിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്യാത്ത രീതിയിൽ ഗവർണറുടെ അധികാരാവകാശങ്ങൾ പാഠപുസ്തകത്തിൽ കൊണ്ടുവന്നിട്ട് ഗവർണർമാർ കേരളത്തിൽ കാണിക്കുന്ന സംസ്ഥാന വിരുദ്ധമായ നിലപാടുകളും ഇല്ലാത്ത അധികാരം തീർച്ചയായും ശ്രീ ഗോപൻ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പടവെട്ടി നേടിയ അല്ലെങ്കിൽ നിങ്ങൾ പൊരുതുന്ന കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ആ പാതകൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് PM ശ്രീയിൽ അത് നടന്നില്ല എന്നതാണല്ലോ ഞാൻ ചോദിച്ചത്. നോക്കൂ, ഇനിയിപ്പോൾ 150 സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കുമ്പോൾ അവിടെ കരിക്കുലത്തിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള സിലബസ് വന്നാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഒപ്പിട്ടപ്പോൾ തന്നെ ആ ധാരണ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കുറച്ച് സ്കൂളുകളിൽ ഗാന്ധിയെ പഠിച്ചോട്ടെ, മറ്റു ചില സ്കൂളുകളിൽ ഗോൾവാൾക്കറെ പഠിച്ചോട്ടെ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയായിരുന്നോ? ശ്രീമതി രേണുക, ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് കേരള ഗവൺമെന്റ് ഒപ്പിട്ട കരാറൊന്ന് പഠിച്ചാട്ടെ. ഇതിൽ ഏതെങ്കിലും കാര്യത്തിന് കീഴടങ്ങിയിട്ടാണോ ചെയ്യുന്നത് പഠിച്ചു നോക്കിയാട്ടെ. പിന്നെ ഏതെങ്കിലും ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എങ്ങനെയാണ്? ആ ധാരണാപത്രം അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് സിലബസിൽ മാറ്റം വരുത്തത്തില്ല. സംസ്ഥാന സർക്കാരിന്റെ സിലബസിൽ എന്ന് ഞാൻ പറഞ്ഞു. ശ്രീ ഗോപൻ, താങ്കൾക്ക് കേൾവി ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എന്താ പറഞ്ഞേ? 150 സ്കൂളുകളിലെങ്കിലും PM ശ്രീ സ്കൂളുകളാകുന്ന സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കേണ്ടി വരില്ലേ എന്നതാണല്ലോ ഞാൻ വ്യക്തമായി ചോദിച്ചത്. സംസ്ഥാനത്തിന്റെ സ്കൂളുകളിൽ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. PM ശ്രീയിൽ വരുന്ന സ്കൂളുകളിൽ 150 സ്കൂളുകളിൽ സവർക്കറെ പഠിക്കട്ടെ, ബാക്കിയുള്ള സ്കൂളുകളിൽ ഞങ്ങൾ കൊടുത്ത അഡീഷണൽ പാഠം പഠിച്ചോട്ടെ എന്നതാണോ നിങ്ങളുടെ നയം എന്നാണ് ഞാൻ ചോദിച്ചത്. ആ 150 സ്കൂളുകളിലും കേന്ദ്ര സിലബസ് അല്ല, സംസ്ഥാന സിലബസ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെല്ലാം അങ്ങനെ തന്നെ. എല്ലാ ഗവൺമെന്റുകൾക്കും അതിനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ ഏത് ഗവൺമെന്റിനും സംസ്ഥാന സിലബസ് പഠിപ്പിക്കാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര സിലബസ് നിർബന്ധമില്ല. വേണമെങ്കിൽ പഠിപ്പിച്ചാൽ മതി. ഈ പറയുന്ന സ്കൂളുകളിലും അത് മതി. അതുകൊണ്ടാണ് കേരള സർക്കാർ പ്രത്യേക സിലബസ്. ഇവിടെ 12 വർഷത്തിന് ശേഷം MOU ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ധാരണാപത്രത്തിൽ എന്തെങ്കിലും ഒഴിവുകഴിവുകൾ കൊടുത്തുകൊണ്ട് ഒപ്പിട്ടു എന്നതിന്റെ തെളിവ് താങ്കളുടെ പക്കലുണ്ടോ? ഞാൻ കരാറെടുത്ത് വായിക്കാം രേണുക. ആ കരാറിനകത്ത് നിങ്ങൾ MOUയിൽ എന്താണ് പറഞ്ഞിരുന്നത്? MOUയിലെ ഇത് പ്രകാരം NEP ഉൾപ്പെടെ നടപ്പാക്കണം എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ധാരണകൾ. NEPക്കകത്ത് ഈ കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കുമെന്ന് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അത് ഇതിനകത്തില്ല. ആ കരാറിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വായിക്കാം, വേണം കേട്ടാ മതി. അങ്ങനെയാണെങ്കിൽ CPI അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താമല്ലോ. ഒപ്പിടുന്നതിന് മുൻപും ശേഷവും CPI ബോധ്യപ്പെടുത്താമല്ലോ. അതൊക്കെ CPMനെയും CPIയെയും ബോധ്യപ്പെടുത്താമല്ലോ. ഇത് ഒപ്പിടുന്നതിന് മുൻപ് ഇങ്ങനെ ഇരുട്ടിൽ നിർത്തി ഒപ്പിടേണ്ടുന്ന സാഹചര്യമില്ല. അതാ ഞങ്ങൾ ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഒപ്പിടാൻ പോകുന്നത്, അതിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് CPIയെ ബോധ്യപ്പെടുത്താമായിരുന്നല്ലോ. എന്തിനാണ് ഒപ്പിടാൻ തീരുമാനിച്ചതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിലും മൗനം തുടർന്നത്? CPIയെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു, അവരെ ബോധ്യപ്പെടുത്താമായിരുന്നു. ഇന്നലെ പരസ്യമായ വാർത്താ സമ്മേളനം ഒഴിവാക്കാമായിരുന്നു. ഇന്ന് ബാക്കി AIYFും AISFും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് സമരം നടത്തുന്നത് ഒഴിവാക്കാമായിരുന്നു. അതൊന്നും ഒഴിവാകണ്ട രേണുക. സമരം നടത്തുന്നതിന് CPMനും CPIക്കുള്ള അവകാശം അവർ ഉപയോഗിക്കട്ടെ. അവർ തമ്മിലുള്ള തർക്കം അവർ പരിഹരിക്കട്ടെ. അതിനകത്ത് കൊണ്ടിട്ട് കെട്ടാൻ നോക്കണ്ട ഈ വിഷയം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്ര നേരം സംസാരിച്ചല്ലോ, ചോദ്യമായല്ലോ. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേരള സർക്കാർ നടപ്പിലാക്കില്ലെന്ന് മാത്രമല്ല,
അതിനെതിരായിട്ട് നിലപാടെടുത്തു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ചേരുമ്പോൾ ഈ NEP-ക്കെതിരായിട്ട് സംസാരിച്ച ഏക വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ശിവൻകുട്ടി എന്നാ. നിങ്ങൾ കുറിച്ച് വെച്ചു. 20 വിദ്യാഭ്യാസ മന്ത്രിമാരെ യോഗത്തിൽ പങ്കെടുത്തു. 19 പേരും NEP-ക്കെതിരായിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആരും മിണ്ടിയില്ല. അവിടെ സംസാരിച്ച ആളിന്റെ പേര് V ശിവൻകുട്ടി എന്നാ. ആ നിലപാട് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 12 വർഷത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചപ്പോ കേന്ദ്ര സിലബസിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തിന്റെ അവകാശം ഉപയോഗിച്ചിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. ചെറിയൊരു സംഭവമല്ല ചെയ്തേക്കുന്നേ. 567 പുസ്തകങ്ങൾ കേരളത്തിൽ പരിഷ്കരിച്ചു. ഏതാണ്ട് 3,67,00,000 പാഠപുസ്തകങ്ങൾ അച്ചടിച്ചു കൊടുത്തു. ആവേശപൂർവ്വം പറയുമ്പോ സേനാപതിയുടെയും ഒക്കെ നിലപാട് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ പ്രതികൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പാഠപുസ്തകങ്ങൾ കൊടുക്കാത്ത സമയത്ത് പഴയ പാഠപുസ്തകത്തിന്റെ കോപ്പി എടുത്ത്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്താണ് ഞങ്ങളൊക്കെ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ വിദ്യാർത്ഥികൾ കൊടുത്തുകൊണ്ടിരുന്നത്. ശ്രീ ഗോപൻ, ഞാൻ ചോദിച്ച തെളിവ് അല്ലെങ്കിൽ ധാരണാപത്രത്തിന്റെ ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയ തെളിവ് താങ്കൾ കാണിച്ചിട്ടില്ല. അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സമയം വേണമെങ്കിൽ താങ്കൾ എടുത്തോളൂ. ഞാൻ താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിലെത്താം. താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിലെത്താം. അപ്പോഴേക്ക് കാണിച്ചാൽ മതി. ഞാൻ വായിക്കാം. കരാറിന്റെ വ്യാഖ്യാനം, നിബന്ധനകൾ, വ്യവസ്ഥകൾ, നടപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തർക്കമോ വ്യത്യാസമോ ഉണ്ടായാൽ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ഇരു കക്ഷികളും എടുക്കും. ഡൽഹിയിലെ അധികാര പരിധിക്കുള്ളിൽ ഉചിതമായ ഫോറത്തിൽ ഉചിതമായി പ്രതി തേടാൻ കക്ഷികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഏത് ധാരണാപത്രമാണ് താങ്കൾ വായിക്കുന്നത്? എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യുമോ? താങ്കൾ അത് ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യോ? ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിലെത്താം. ശരി. ശ്രീ MS വേണുഗോപാൽ, ഈ പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ്? ഇത്തരം MOU-ൽ പറയുന്ന പ്രധാന ഘടകങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ധാരണാപത്രമാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് CPM പ്രതിനിധി പറയുന്നു. പക്ഷേ CPIക്ക് അത് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. CPIയെ ഇരുട്ടിൽ നിർത്തിയാണ് ഈ ഒരു കരാറിലേക്ക് പോയത്. അതിനുശേഷവും ഒപ്പിടലിന് ശേഷവും 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അനുനയ ശ്രമവുമായി ഓഫീസിലെത്തിയതിനു ശേഷവും ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. അവരുടെ ആശങ്ക മറ്റൊന്നുമല്ല, ഈ NEP നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വഴിവെക്കുമോ എന്നതൊക്കെയാണ് അവരുടെ ആശങ്ക. അത് അവർ ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ന്യായമുണ്ടോ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും അവസാനം പുറത്തിറക്കിയ പ്രസ്താവനയിലായാലും CPM പ്രതിനിധി പറയുന്ന കാര്യങ്ങളിലായാലും? രണ്ടായിട്ട് പറയേണ്ടതാണ്. ഒന്ന്, ആദ്യം CPI-ക്കാർ പറയുന്ന കാര്യത്തിന് ഉത്തരം ഞാൻ പറയട്ടെ. CPI മൊത്തത്തിൽ ഒരു മിഥ്യാലോകത്താണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്നും ഫെഡറൽ എന്ന് പറയുന്നെങ്കിലും നമ്മളൊരു പോസിറ്റീവ് ഫെഡറൽ പോലെയാണെന്നും ചില കാര്യങ്ങളിൽ കേന്ദ്രം പറയുന്നതും കൂടെ നമ്മൾ കേട്ടുപോകേണ്ട ഒരു ബാധ്യത ഉണ്ടെന്നും ഉള്ളത് മറന്നുകൊണ്ട് ഏതാണ്ട് ഈ കാശ്മീരിൽ എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 കേരളത്തിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് എന്ന പോലെയാണ് ഇപ്പൊ CPI ചില അഭിപ്രായങ്ങൾ പറയുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിക്കും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് ഗുണകരമല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. കാരണം ഇത്തരം ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി, കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട് എന്നിവ നമ്മൾ ഇല്ലാതാക്കുന്ന പരിപാടി തെറ്റാണ്. അതിൽ CPIക്കും അറിയാമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് അവരുടെ ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും അത് കഴിഞ്ഞ് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിമാർക്കെതിരെ ഉണ്ടായി. മന്ത്രിമാർ മന്ത്രിസഭയിൽ പോയി മൗനികളായിരിക്കുന്നു. അവിടെ ഇരുന്ന് അണ്ടിപ്പരിപ്പും വടയും ചായയും കഴിച്ചിട്ട് പോരുന്നവരായിട്ടാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കണ്ട, നിങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കണം എന്നൊക്കെയുള്ള ചില ഉപദേശങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ പലതിലും ചൂണ്ടിക്കാണിച്ച് അവരുടെ CPI സഖാക്കൾ അവരെ നാണം കെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ അവർക്കുള്ള ദുഃഖമാണ് ഇപ്പൊ അവര് ഒന്ന് ബഹളം വെച്ച് മാറി നിൽക്കുന്നതിൽ നിന്നും വന്നിരിക്കുന്ന ഒന്ന്. രണ്ടാമത്തേത്, ഇനിയിപ്പോ സീറ്റ് ചർച്ചയൊക്കെ വരികയാണ്. അപ്പൊ ചില ബലപ്പെടുത്തലൊക്കെ വേണ്ടി വരും. ചില ബലമായിട്ട് ചില കാര്യങ്ങൾ, ഇത്ര സീറ്റ് എനിക്ക് വേണമെന്ന് പറയാനൊക്കെ ചിലപ്പോൾ കാര്യങ്ങളും വന്നേക്കാം. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇപ്പോഴത്തെ PM ശ്രീ പദ്ധതി MS വേണുഗോപാൽ, CPI ഒരു തിരുത്തൽ ശക്തി തന്നെയാണ്. അവർ എപ്പോഴും അവരുടെ ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് കോടതി പരാമർശത്തെ തുടർന്ന് മന്ത്രി രാജിവെക്കണമെന്ന വാദമുയർത്തി CPI പ്രതിഷേധിച്ചതാണ്. 4 മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന സാഹചര്യം നമുക്കറിയാം. അവസാനം ആ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയത് നമുക്കറിയാം.
ഇപ്പോൾ MR അജിത് കുമാറിന്റെ വിഷയത്തിലും CPI ആ രീതിയിൽ പ്രതിഷേധമുയർത്തിയതാണ്. ഇവിടെയും എന്താണോ പറഞ്ഞു വന്ന നയം അതിൽ ഉറച്ചു നിന്ന് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ CPIയുടെ ഈ എതിർപ്പിനെ പരിഹസിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലൊരു CPI പ്രതിനിധി ഉണ്ടാവേണ്ടതായിരുന്നു. ശ്രീ ഗോപൻ CPI പ്രതിനിധി ഉണ്ടെങ്കിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് CPI പ്രതിനിധിയെ ഒഴിവാക്കിയത്. അവരുടെ വാദം പറയാൻ അവർ മടിക്കുന്നവരല്ല, അവർ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇന്ന് മന്ത്രിയെ കണ്ടതിന് ശേഷവും GR അനിൽ മന്ത്രി പറഞ്ഞത്, വി ശിവൻകുട്ടിയെ കണ്ടതിന് ശേഷവും പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസിലായെന്നോ ഒന്നുമല്ല, എക്സിക്യൂട്ടീവിൽ പറയും, ഒരു ചർച്ചയിലൂടെ പരിഹരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ എന്നതാണ് പറഞ്ഞത്. അവരതങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിനെ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് എതിർക്കുന്ന ഇവർ അടിയന്തരാവസ്ഥയിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ച ഏക സംവിധാനം ഈ CPIയുടേതാണ്. CPI മാത്രമാണ് അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുകയും ഇവിടെ ഭരണം നടത്തുകയും ചെയ്തത്. അവർക്ക് അടിയന്തരാവസ്ഥയേക്കാൾ വലുതൊന്നും മോദി ചെയ്തിട്ടില്ലല്ലോ. അപ്പോ ഇത് പറഞ്ഞ് അവർ ഈ PM ശ്രീ പദ്ധതി തട്ടിക്കളയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ന്യായം പറയുമ്പോൾ എല്ലാ ന്യായവും പറയണം. അത് അവരുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് അവർ ന്യായം, ഇത് CPM-കാർ പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഘടകകക്ഷി ആയോണ്ടാ. ഇല്ലെങ്കിൽ അവർ പറയും, ഒന്ന് മാറി നോക്കട്ടെ, എന്നിട്ട് അവർ പറയും, ഇതിന്റെ തൊലി വിരിച്ച് കഥ പറയും. അപ്പൊ മനസ്സിലാവും CPI എന്തായിരുന്നു, ഈ കഴിഞ്ഞ കാലങ്ങളിൽ CPI എന്തായിരുന്നു. 79-ന് ശേഷമാണ് CPI ഇടതുപക്ഷമായത്. അതിനു മുമ്പ് വലതുപക്ഷമായിരുന്നു. അത് നമ്മൾ മറക്കരുത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ CPI ആയത്. അതൊന്നും കേരളം മറന്നിട്ടില്ല, ഇന്ത്യയും മറന്നിട്ടില്ല. പിന്നെ ഈ വാചകം അടിക്കുന്നതിൽ ആർക്കും ഇത്തരം വാചകങ്ങൾ അടിക്കാം. ഞാൻ വാചകം അടിച്ചതിന്റെ പ്രധാന കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാരണവും ഇപ്പൊ പ്രത്യേകിച്ചില്ല. ഈ ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടാനുള്ള പണം കിട്ടണം. അതുപോലെ തന്നെ 14,000-ഓളം സ്കൂളുകൾ ഇന്ത്യ മൊത്തം വരുന്നു. അതിലൊരു സ്റ്റാൻഡർഡൈസേഷൻ വരുന്നു. അതിനൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ എത്തിക്കുന്നതിനുള്ള പണം തരുന്നു. ആ പണം നമുക്ക് സ്വീകരിച്ചാൽ എന്താ? നമ്മുടെ 400 സ്കൂളെങ്കിൽ 400 സ്കൂൾ നന്നാവട്ടെ. ഇവിടെ മേൽക്കൂരയില്ലാത്ത പല സ്കൂളുകളും ഉണ്ട്. ആ സ്കൂളുകൾ ഓടുവയ്യാത്ത സ്കൂളുകൾ ഉണ്ടാവും. ആ സ്കൂളുകളൊക്കെ നന്നാക്കി എടുക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കുന്നതിന് എന്താണ് തെറ്റ്? ആ തെറ്റ് പറയുന്നത് തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാനത്തിന് സാമ്പത്തിക ഭദ്രത വെച്ചാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പദ്ധതി അതുപോലെ തന്നെ യാതൊരു അപാകതയുള്ള പദ്ധതിയല്ല. MS വേണുഗോപാൽ ഒരു മുന്നണിയിൽ ഘടകകക്ഷിയായിരിക്കുമ്പോൾ, അതും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കക്ഷിയായിരിക്കുന്ന പാർട്ടിയാണ്, അവരെ വിശ്വാസത്തിലെടുക്കാതെ, അവരുമായി ആലോചിക്കാതെ, അവരുടെ എതിർപ്പ് മറനീക്കാതെ LDF-ൽ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് അറിയിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ മുന്നണി മര്യാദ പോലും ലംഘിക്കപ്പെട്ട ഘട്ടത്തിലാണ് അവർക്ക് പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതേ നയം തന്നെയാണ് NEP-ക്കെതിരെ CPM ആവർത്തിച്ച് പറഞ്ഞിരുന്നത് എന്നത് ഓർക്കണം. അപ്പോൾ നയം നടപ്പാക്കാനുള്ളതല്ല, ഒരു തവണ പറയുന്ന നയം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാനല്ല എന്നുള്ളത് വി ശിവൻകുട്ടിക്ക് പറയാം. പക്ഷേ അത് പറയാൻ പറ്റാത്തവർക്ക് അതിനെതിരെ പരസ്യമായി രംഗത്ത് വരേണ്ടി വരും. തീർച്ചയായിട്ടും നയം മാറ്റപ്പെടേണ്ടതാണ്. അതിനകത്ത് മാറുന്നതിന് ഒരു തെറ്റുമില്ല. നയം എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പും കൂടെ നോക്കിയാണ് നയം. ഇന്നലെ അത് പറഞ്ഞു. ഓക്കെ, ശ്രീ MS വേണുഗോപാൽ നോക്കൂ, ഒരു ഘട്ടത്തിൽ നയം പറയുന്നു, ഇന്നലെ വന്ന് പറയുന്നു നയം എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്ന് പറയുന്നു. ഇന്നിപ്പോ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു, നയം ഞങ്ങൾ നടപ്പാക്കുമെന്ന്. അപ്പൊ ഏത് വിശ്വസിക്കണമെന്നില്ലേ? PM ശ്രീ ഒരിക്കലും ഒരു പാപമായ കാര്യമല്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. PM ശ്രീ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും, ഇപ്പോ ഏറിയാൽ പിന്നെ നമുക്ക് പറയാവുന്ന തമിഴ്നാട് പാർഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ ജമ്മു ഇവർ മാത്രമാണ്, മമത മാത്രമാണ് ഇതിനെ കൂടുതലായിട്ട് എതിർത്തിട്ടുള്ളത്. ബാക്കി ആരും തന്നെ ഇതിനെ എതിർത്തിട്ടില്ല. ഈ പദ്ധതിയിൽ നമ്മുടെ സ്കൂളുകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതും അതിനെന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതും ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ഈ വിഷയത്തെ, ഇപ്പം മന്ത്രിസഭയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ സഖാക്കൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുഴപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ തമ്മിൽ പരിഹരിക്കേണ്ടതാണ്. അത് പരിഹരിച്ചോട്ടെ. പക്ഷെ അതിന് സംസ്ഥാനത്തിന്റെ ഒരു ക്രൂഷ്യൽ വിഷയത്തിലിട്ട് പിടിക്കരുത്. അത് അവർ വേറെ വിഷയത്തിലിട്ട് പിടിക്കട്ടെ, അല്ലെങ്കിൽ AK സെന്ററിൽ പോയി അവർ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ പാർട്ടി ഓഫീസിൽ വിളിച്ച് സംസാരിക്കട്ടെ. അങ്ങനെ തീർക്കാണ് വേണ്ടത്. അല്ലാതെ കേരളത്തിന്റെ ഒരു ക്രൂഷ്യലായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ പണം കിട്ടുന്ന ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന പണം, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നാഷണൽ സ്കീം, ആ സ്കീമിൽ നമ്മൾ പങ്കാളിയാകില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അത് നമ്മൾ പദ്ധതിയെ സംബന്ധിച്ച് നമ്മുടെ
ബാക്കി 33 കേന്ദ്രഭരണ പ്രദേശങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും ഉൾപ്പെടെ 33 ഭരണ സംവിധാനങ്ങൾ ഇതിനൊപ്പം നിൽക്കുന്നതാണ്. ആകെ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു ഇതിൽ പെടാതിരുന്നത്. അപ്പോൾ അങ്ങനെ 33 ഭരണ സംവിധാനങ്ങൾ ഒപ്പം നിൽക്കുന്നു. ബഹുഭൂരിപക്ഷം സ്കൂളുകൾ അങ്ങനെയായി മാറുന്നു. NEP നടപ്പിലാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ഒത്തുപോകേണ്ട, ഹയർ സ്റ്റഡീസിന്റെ കാര്യമായൊക്കെ ഒത്തുപോകേണ്ട ഘട്ടം വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ടാകുന്നു. അതിൽ പെടാതെ നിന്നാൽ 2 തരത്തിലുള്ള വിദ്യാർത്ഥികൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ശ്രീ MS വേണുഗോപാൽ. പക്ഷേ അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ പോലും വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ നമ്മളുടെ ആംഗിൾ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണല്ലോ. ആ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു മുന്നണിയിൽ ചർച്ച നടത്തുന്നില്ല? ഒരു പ്രധാനപ്പെട്ട നയം നടപ്പാക്കുമ്പോൾ, പദ്ധതി നടപ്പാക്കുമ്പോൾ എന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല? എന്തുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാൻ നടക്കുന്നില്ല? എന്തുകൊണ്ട് സംതിങ് റോങ് എന്ന് ഒരു ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവിന് വന്ന് പറയേണ്ടി വരുന്നു? ആ റോങ് എന്താണ് എന്നതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് പ്രധാന ചർച്ച ആദ്യ ദിവസങ്ങളിൽ നടക്കുമ്പോൾ VD സതീശൻ വന്ന് പറഞ്ഞു, PM ശ്രീയിൽ വഴി നമുക്ക് ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു, നമ്മുടെ നികുതി പണമാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്, ആരുടെ ഔദാര്യമല്ല, ആ പണം നമുക്ക് കിട്ടേണ്ടതാണ്, ആ പണം കിട്ടുന്നതിൽ ഞാൻ എതിരല്ല എന്ന് പറഞ്ഞ VD സതീശനാണ് ഇന്ന് പറയുന്നത് അവിടെ വലിയ ഗൂഢാലോചനയുണ്ട്, സംഘപരിവാറിന്റെ വലിയ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കൂടിക്കാഴ്ച നടന്നു, ഇവിടെ ഒരു പദ്ധതി ഒപ്പിട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ ഇത് ഈ രീതിയിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ലോജിക്ക് അതിനകത്ത് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് പറഞ്ഞതാണോ? അതിനപ്പുറം വല്ല തെളിവുകളുമോ അല്ലെങ്കിൽ ഗൂഢാലോചനോ വാദങ്ങളുമോ നിങ്ങൾക്ക് ഉയർത്താനുണ്ടോ? രേണുക, ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സംസ്ഥാന ഗവൺമെന്റിലെ രണ്ടാമത്തെ പ്രധാന കക്ഷി, ആ കക്ഷിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയും ഇരുന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ആകെ ഇരുട്ടിൽ നിർത്തിയാണ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടത് എന്നുള്ളതാണ്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഗോപൻ ആമുഖമായിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞ കോൺഗ്രസിന്റെ ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാടോ ഈ കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മളിപ്പോൾ ഗാസ യുദ്ധത്തെക്കുറിച്ചോ ഇന്ന് കോലാലംപൂരിൽ ട്രംപ് വന്നതിനെ കുറിച്ചോ ഒന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സംസ്ഥാന ഗവൺമെന്റിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ CPIയും CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയും ഇരുന്ന് കേരളത്തിലെ പൊതുസമൂഹത്താണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ അവരുടെ രഹസ്യ സംഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യമില്ല. ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബഹുമാന്യായ CPMന്റെ പ്രതിനിധി ശ്രീ ഗോപൻ പറയുന്നു, ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ വേറെയാണെന്ന്. ശ്രീ ഗോപൻ ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ മൗനം പാലിക്കാം, ഞങ്ങൾക്കൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയേണ്ട ഒരു ചോദ്യമുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോൾ CPI അതിശക്തമായി CPI എതിർത്ത പല കാര്യങ്ങളും ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്താണ്. ഇത് ഒരു കാര്യവും ചർച്ച ചെയ്യാതെ, മറ്റ് മന്ത്രിമാർക്ക് പോലും അറിയാതെ, മുന്നണി കൺവീനർക്ക് പോലും അറിയാതെ, CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പോലും അറിയാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ CPIയുടെ വിയോജിപ്പുമായിട്ട് അവർ വന്നിരിക്കുന്നു. ആ വിയോജിപ്പിനെ കുറിച്ച് CPI പരസ്യമായിട്ട് പറയുമ്പോൾ CPMന് എന്തെങ്കിലും നിലപാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പറയുക, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യില്ല, നിങ്ങൾക്ക് ചർച്ച ചെയ്യാതിരിക്കാം, പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നേ, ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വയ്ക്കുന്നു. ആ ചർച്ചയിൽ ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ 10-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ കണ്ടുമുട്ടലിന് ശേഷം ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ഒപ്പുവയ്ക്കൽ നടക്കണമെങ്കിൽ, ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ വീണ്ടും ആവർത്തിക്കുന്നു, കേന്ദ്രത്തിൽ നിന്ന് പദ്ധതികൾ നേടിയെടുക്കുന്നതിന് ഉള്ള പോരാട്ടങ്ങൾ നടത്തുന്നതിനോ, നിങ്ങൾ മുണ്ടക്കൈയില്ലെങ്കിൽ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ പ്രകൃതിക്ഷോഭത്തിൽ അർഹമായ സഹായം കിട്ടാത്തതിനെ കുറിച്ച് ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾ പിന്തുണച്ചതല്ലേ? അവിടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നില്ല എന്ന കാരണത്താൽ ഹൈക്കോടതിയുടെ നിലപാടും വളരെ പറഞ്ഞതാണല്ലോ. ഇവിടെ തമിഴ്നാട് ഒരു മാതൃകയല്ലേ? അവിടുത്തെ DMK മുന്നണിയിൽ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഉണ്ടല്ലോ. നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ സ്റ്റാലിൻ എടുത്ത ഒരു നിലപാടുണ്ടല്ലോ. സ്റ്റാലിൻ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു. പശ്ചിമ ബംഗാളിൽ
കുമാരി മമതാ ബാനർജി ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോ ഈ PM ശ്രീയെയും അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെയും ഏറ്റവും അധികം എതിർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ സമ്മേളനം അതിന്റെ പോളിറ്റ് ബ്യൂറോ അതിന്റെ പാർട്ടി കോൺഗ്രസ് ചേർന്ന 3 വർഷത്തിലൊരിക്കൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത ഒരു കാര്യം അതെല്ലാം ഒരു ദിവസം കൊണ്ട് മറന്ന് ഞങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പിടുന്നു, 1400 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നു എന്നതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ നയങ്ങളും മാറ്റിയിരിക്കുന്നു എന്ന് നയം മാറ്റിയിട്ടില്ല എന്നതല്ലേ ശ്രീ സേനാപതി വേണു ഞാൻ അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ വായിച്ചുകൊണ്ട് താങ്കളോട് പറഞ്ഞത്? ഈ ചർച്ച തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് നയം മാറ്റുന്നില്ല എന്ന് പറഞ്ഞു എന്ന വാക്കിൽ ഇപ്പോഴും മന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. എനിക്കും രേണുകയ്ക്കും ഒക്കെ അത് ബോധ്യപ്പെട്ടു. പക്ഷെ ഈ കാര്യം എന്തുകൊണ്ടാ ബിനോയ് വിശ്വത്തിന് ബോധ്യപ്പെടാത്തത്? ഈ കാര്യം എന്തുകൊണ്ടാ GR അനിലിന് ബോധ്യപ്പെടാത്തത്? അതാണല്ലോ നമുക്ക് നമ്മുടെ ചർച്ചാ വിഷയം. നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനായ ശിവൻകുട്ടി പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ നയത്തിൽ നിന്ന് വ്യത്യാസമില്ല. നയത്തിൽ നിന്ന് വ്യത്യാസമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിലും അത് CPI നേതാക്കൾക്കോ CPI മന്ത്രിമാർക്കോ AISFനോ AIYFനോ ബോധ്യപ്പെട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവര് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രകടനം നടത്തി അവരെ എങ്ങനെ കോൺഗ്രസിന് ബോധ്യമായതുപോലെ CPIക്ക് ബോധ്യമായിട്ടില്ലെന്നാണോ? അതാണ് പറഞ്ഞത്. ആ ബോധ്യമാകാത്തതാണല്ലോ നമ്മുടെ ചർച്ചയുടെ വിഷയം. നമ്മുടെ ചർച്ചയുടെ വിഷയം തന്നെ അതാണല്ലോ. സേനാപതി വേണു, അപ്പോ ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ബോധ്യപ്പെടുന്നത്, നിങ്ങൾക്കത് ദഹിക്കുന്നത് അതുകൊണ്ടാണ്. VD സതീശന് പോലും ആദ്യം ഇത് പണം കിട്ടുന്നതല്ലേ നടന്നോട്ടെ എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ CPIക്ക് ആ ബാധ്യതയൊന്നുമില്ല, അവർക്ക് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് അവർ അത് ആവർത്തിച്ച് പറയുന്നു. ശ്രീമതി രേണുക ക്ലിയർ ആയില്ലയോ? CPIയുടെ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെ കാര്യത്തിലും ധാരണയായല്ലോ. ഇനി കോൺഗ്രസ്സുകാരോട് എല്ലാ കാര്യത്തിലും കാണുമോ ശ്രീ ഗോപൻ? ഈ സമീപനം എല്ലാ കാര്യത്തിലും കോൺഗ്രസിനോട് കാണുമോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കോൺഗ്രസിന്റെ ഈ ഗോപൻ പറഞ്ഞ പോലെ ഈ എന്താ പറഞ്ഞ ഈ ഗവൺമെന്റുകളൊന്നും ഈ പദ്ധതികൾ നടപ്പിലാക്കിയത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലല്ല. അത് ഇവരെ ഒരു നറേറ്റീവ് അങ്ങനെ വ്യാപകമായിട്ട് അടിച്ചിറക്കുന്നു. ആ വിഷയം നമുക്ക് പിന്നീട് അല്ല എന്റെ ഗോപൻ ഇവിടെ നമ്മൾ അത് മാത്രവുമല്ല, ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പിലാക്കിയ നയങ്ങൾ പിന്തുടരാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാമല്ലോ. അതൊന്നും അവിടെ എങ്ങും നടക്കുന്നില്ല. ശ്രീ നോക്കൂ സേനാപതി വേണു, ഇവിടെ കോൺഗ്രസിലേക്ക് വരാമല്ലോ എന്ന് CPIയെ വിളിക്കുകയും ചെയ്തു. ഞങ്ങൾ 4 സംസ്ഥാനത്തെ നടത്തുന്ന ആളുകളായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന്. അല്ല അത് ഇവിടെ ശ്രീ MS വേണുഗോപാൽ സാർ ഇവിടെ പറഞ്ഞല്ലോ 1969 അതായത് 71 മുതൽ 77 വരെയുള്ള മുന്നണിയും ആ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ഇപ്പൊ CPIയുടെ പ്രതിനിധി ഇല്ല, ഞാനിപ്പോ CPIയുടെ വക്കാലത്തൊന്നും എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുന്നണിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അത് CPM ആണ്. അപ്പൊ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ കോൺഗ്രസ് നടപ്പിലാക്കിയ ഒരു പദ്ധതി ആയതുകൊണ്ട് എന്നാ പിന്നെ നമ്മൾ തമ്മിൽ വ്യത്യാസമൊന്നും വേണ്ടല്ലോ. കോൺഗ്രസ് അവിടെ നടപ്പിലാക്കി, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിലൊന്നും ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഇനി ഞങ്ങൾ എവിടെയെങ്കിലും നടപ്പിലാക്കി എന്നതുകൊണ്ട് ഞങ്ങളും ഇത് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ വിവരം അങ്ങ് പറഞ്ഞാ പോരെ. ഞങ്ങൾ ഇതാ BJPയുടെ നയങ്ങൾ നടപ്പിലാക്കിയതുകൊണ്ടല്ല, BJPയുടെ നടപ്പിലാക്കിയതുകൊണ്ടല്ല, അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. നിങ്ങള് CPIയെ ക്ഷണിക്കുകയാണ്. CPM എടുത്ത ഒരു നയപരമായ പ്രശ്നത്തിൽ അഭിപ്രായം CPIക്കുണ്ട്. അതുകൊണ്ട് CPI ഞങ്ങൾ ക്ഷണിക്കുമ്പോ നിങ്ങൾ പറയുമോ ഞങ്ങൾക്ക് ഈ PMCയോട് എതിർപ്പാണ്, NEPയുടെ എതിർപ്പാണ്, CPIയുടെ നയത്തോട് കോൺഗ്രസിന് യോജിപ്പാന്ന് പറയാമോ? എന്നിട്ട് തീർച്ചയായിട്ടും പറയുമല്ലോ. ഞങ്ങൾ യോജിച്ച് ഈ കാര്യത്തിൽ നിൽക്കാമെന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ടല്ലോ. നിലപാട് കേരളത്തിൽ അല്ല, ഞങ്ങൾ കരാറിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല. ഞങ്ങളല്ല ഒപ്പുവെച്ചിരിക്കുന്നത്. അത് ഒപ്പുവെച്ചിരിക്കുന്നത് അതാത് കാലഘട്ടങ്ങളിൽ അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസ് അല്ലേ?
അതാത് ഗെഹ്ലോട്ട് കോൺഗ്രസ് അല്ലേ സേനാപതി? അല്ല, ഞങ്ങൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റും ഒപ്പുവെച്ചിട്ടില്ല. അത് ശ്രീ ഗോപൻ നിങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ സംസ്ഥാനങ്ങൾ പക്ഷേ NEP നടപ്പാക്കുന്നുണ്ട്, അല്ല PMC നടപ്പാക്കുന്നുണ്ട് എന്നത് വസ്തുതയുമാണ്. ശ്രീ ഗോപൻ, ശ്രീ പി കെ ഗോപൻ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ പി കെ ഗോപൻ നോക്കൂ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാ ശ്രീ പി കെ ഗോപൻ കോൺഗ്രസ് നേതാവ് തന്നെയാണോ? കോൺഗ്രസ് ഇങ്ങനെ ഒരു നറേറ്റീവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു ചർച്ച നമ്മളുടെ തന്നെ ചർച്ചയിൽ വരികയും ചെയ്തതാണ്. ശ്രീ ഗോപൻ, താങ്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ ഈ മെമ്മോറാണ്ടം MOU ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട്. അതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, ഒന്ന്, ഇത് 16-ാം തീയതി ഒപ്പിട്ടതാണ്, അതിനുശേഷമാണ് 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ വരുന്നത് എന്നതൊരു വസ്തുത. അപ്പോൾ അത് തീരുമാനമാക്കിയിട്ട് CPIയെ കബളിപ്പിക്കുകയായിരുന്നു എന്നതൊരു വസ്തുത. നോക്കൂ, അതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, സ്റ്റേറ്റ്സ്, UTS, KVs, JNV will implement all the provisions of National Education Policy 2020 entirely within the entire state. As the main objective of this scheme is to showcase the implementation of NEP 2020 through the PM Shri Schools എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ MOUവിൽ വളരെ വ്യക്തമായി ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്ന കാര്യമാണ്, നടപ്പാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആരെയാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്? ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നടപ്പാക്കേണ്ടി വരും ആ സ്കൂളുകളിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നിരിക്കെ അതിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് പ്രസ്താവന ഇറക്കുകയാണ്, ഞങ്ങൾ ഇത് നടപ്പാക്കില്ല എന്ന്. അതൊരു തെറ്റിദ്ധരിപ്പിക്കലല്ലേ? എന്തുകൊണ്ടാണ് 16-ാം തീയതി MOU ഒപ്പിട്ട ഒരു സംഭവം 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ വരുമ്പോൾ പോലും മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്? ശ്രീമതി രേണുക, 2-3 കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിക്കുന്ന ഡിസന്റ് നോട്ട് കൊടുത്തിട്ടുള്ള, ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞു, ഡിസന്റ് നോട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ. PMC ഒപ്പിട്ടതിന്റെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച NCERT സിലബസ്. ഞാൻ ഈ സ്റ്റേറ്റ് സിലബസ് തയ്യാറാക്കുന്ന കരിക്കുലം കമ്മിറ്റി അംഗം കൂടിയാണ്, അതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ സംസ്ഥാനത്ത് ഞങ്ങൾ കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ വരേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്തപ്പോൾ അതിൽ ഊന്നൽ കൊടുത്തൊരു കാര്യം സയന്റിഫിക് ടെമ്പറാണ്. അതായത് ദേശീയ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ് സയന്റിഫിക് ടെമ്പർ. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട്, ലോകത്ത് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയത് ഹനുമാൻ എന്ന് എഴുതി വെച്ചാൽ UPSCക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ അത്തരം ഒരു മണ്ടത്തരം പഠിപ്പിക്കാൻ കേരളത്തിലെ സിലബസിലില്ല. അതുപോലെ ഡോക്ടർ BR അംബേദ്കറിനെ പോലുള്ള ഒരാളിന്റെ ജീവചരിത്രം പഠിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തടസ്സമായിട്ട് നിൽക്കുക മാത്രമല്ല, ശ്രേണുകയും ശ്രീ സേനാപതിയും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ അറിയേണ്ടത് എന്താണ്? 5 മിനിറ്റാണ് അവശേഷിക്കുന്നത് ചോദ്യത്തിലേക്ക് അതെ. അപ്പോ അതുകൊണ്ട് അത്തരം BR അംബേദ്കറിന്റെ ജീവചരിത്രം പഠിപ്പിക്കുന്നു കേരളത്തിൽ, ഗാന്ധിവധം പഠിപ്പിക്കുന്നു കേരളത്തിൽ. ഇതെല്ലാം ചെയ്യുന്നത് NEPക്ക് എതിരാണ് ശ്രീമതി രേണുകെ. അതിന്റെ തെളിവ് ഞാൻ പറയുക, ഞാൻ സംസ്ഥാന സ്കൂളുകളിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നതല്ല ഞാൻ ചോദിച്ചത്. PM ശ്രീ പദ്ധതി ഒപ്പിട്ട് കഴിഞ്ഞ ആ സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതെന്നാണല്ലോ. അവിടെ ഞങ്ങൾ ഇത് പഠിപ്പിച്ചു കൊള്ളാമെന്ന് ഒപ്പിട്ടു എന്നതാണല്ലോ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണല്ലോ നേരത്തെ താങ്കൾ പറഞ്ഞത് അതിൽ അങ്ങനെയല്ല, ഞങ്ങൾ അത് പഠിപ്പിക്കില്ല എന്ന് ഒപ്പിട്ട് കൊടുത്തു എന്ന് താങ്കൾ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞപ്പോഴാണ്. അല്ലാണ്ട് സ്റ്റേറ്റ് സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നില്ലെന്നോ പഠിപ്പിക്കില്ല എന്നോ ഞാൻ പറഞ്ഞില്ല. അപ്പൊ PM ശ്രീ ഒപ്പിട്ട് ആ കുട്ടികൾ കേന്ദ്രം പറയുന്ന ഹിസ്റ്ററി പഠിച്ചോട്ടെ, അവിടെ ആരൊക്കെ ഒഴിവാക്ക്, മഹാത്മാഗാന്ധി ഒഴിവാക്കുകയാണെങ്കിൽ അത് പഠിച്ചോട്ടെ, ഞങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഇത് പഠിപ്പിക്കും എന്നതാണോ ന്യായം? എന്താ ഈ ചോദിക്കുന്നേ? ഇത് ചോദ്യത്തിന് വേണ്ടി ചോദ്യം ഉണ്ടാക്കുകയെന്നോ? 5 മിനിറ്റേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കയറി ഇടപെട്ടാ ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നേ? അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു നയവും കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടല്ല ഈ PMC ഒപ്പിട്ടിരുന്ന പറഞ്ഞത്. അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. NEPക്ക് അകത്ത് പറയുന്ന കാര്യങ്ങളിൽ ചിലത് പണ്ടേ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അത് ജനാധിപത്യ വിരുദ്ധമല്ല, കേരളത്തിനോ ഇന്ത്യക്കോ വിരുദ്ധമല്ല. അംഗീകരിക്കുമെന്ന് പറഞ്ഞ് ഒപ്പിട്ട MOUയിലെ ഭാഗമാണ് ഞാൻ താങ്കളെ വായിച്ചു കേൾപ്പിച്ചത്. ഞാൻ താങ്കളോട് ചോദിച്ച തെളിവ് താങ്കൾ ഇതുവരെ എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇത് നടപ്പാക്കില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഭാഗമുണ്ടോ? തെളിവുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് അയക്കൂ എന്ന് ഞാൻ പറഞ്ഞു, താങ്കൾ അയച്ചു തന്നിട്ടില്ല. എന്നിട്ട് താങ്കൾ പറയുന്നു സംസ്ഥാന സ്കൂളുകളിൽ ഞങ്ങൾ ഇത് പഠിപ്പിക്കുമെന്ന് പറയുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ഗോപൻ, താങ്കൾ എന്താണ് ഈ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന്. 1 മണിക്കൂർ ചർച്ചയായിരുന്നു. താങ്കൾ എനിക്ക് തെളിവ് തരാമെന്ന് പറഞ്ഞു തന്നില്ല. ഞാൻ എന്താണ് MOUയിൽ പറയുന്നതെന്നുള്ളത് അങ്ങോട്ട് വായിച്ചു കേൾപ്പിച്ചു. എന്നെ പരിഹസിക്കാനും എന്നെ എന്തോ കോമഡി എന്നൊക്കെ പറഞ്ഞ താങ്കൾക്ക് തെളിവുമില്ല, ഒന്നുമില്ല. ഇപ്പൊ പറയുന്ന സംസ്ഥാനത്ത് ഞങ്ങൾ ഇത് പഠിപ്പിക്കുമെന്ന്. രേണുക എന്ത് വരുന്നുണ്ട് പറയുന്നേ? രേണുക ഇതിന്റെ ഫുൾ ടെസ്റ്റ് ഞാൻ രേണുകയ്ക്ക് അയച്ചു തരാം.
ഫുൾ ടെക്സ്റ്റ് എന്റെ കയ്യിലുണ്ടെന്നേ. താങ്കൾ ആ ഭാഗം മാത്രം വായിക്കൂ. താങ്കൾക്ക് എന്തോ തെളിവുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്തിന്റെ കാര്യത്തിലാണ് തെളിവ് വേണ്ടുന്നത്? ഇപ്പൊ ഇങ്ങനെയായോ? ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് തെളിവ്? ഏത് കാര്യമാണ് താങ്കൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കത്തില്ലെന്നാ പറഞ്ഞേ. നടപ്പിലാക്കിയിട്ടില്ലെന്നും അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. MOU ഓപ്ഷണലാ. MOU മാത്രമല്ല, PMC ഓപ്ഷണലാ. PMC ഓപ്ഷണലാണ് വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെവിടെയാണ് ഈ കരാറിനകത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിക്ക് ഒപ്പിട്ട് കൊടുത്ത എവിടെയാ? നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കേ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിയിലല്ല ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി അവർ തെറ്റായി നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന ഒന്നിനും നമ്മളില്ല. നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SSK ഫണ്ട് ഇതിന്റെ തടസ്സമായിട്ട് വരുന്നു, കിട്ടുന്നതിന് തടസ്സമായിട്ട് വരുന്നു. PMCയുടെ 1,200 കോടി രൂപ തടസ്സമായിട്ട് വരുന്നു. കേരളത്തിൽ സിലബസ് സംസ്ഥാന ഗവൺമെന്റിന് സിലബസ് തയ്യാറാക്കാൻ അവകാശമുണ്ട്. വേറെ ഏതെങ്കിലും RSS അജണ്ട കൊണ്ടുവന്നാൽ അംഗീകരിക്കില്ല. കാരണം സിലബസിനകത്തുകൂടിയാണ് അജണ്ട നടപ്പിലാക്കേണ്ടത്. ആ സിലബസ് ഞങ്ങളാ തയ്യാറാക്കുന്നേ, കേരള കരിക്കുലം കമ്മിറ്റി തയ്യാറാക്കുന്നേ. അത് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്ത് ശ്രീമതി രേണുക 13 വർഷത്തിന് ശേഷം പാഠപുസ്തകം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി അവിടെ അതിനകത്ത് കേന്ദ്ര സിലബസിന്റെ പ്രശ്നം ഇല്ല. ഇത് അറിയാൻ വയ്യാത്തതല്ല കോൺഗ്രസ്. എന്തുകൊണ്ടാണ് ശ്രീ സേനാപതി ഞങ്ങൾ ഈ നയത്തിനെതിരാന്ന് പറയാത്തെ? അവര് പറയാം ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ലെന്ന്. രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ ആദ്യമായിട്ടൊരു BJP ഇതര സർക്കാരിനകത്ത് ഒപ്പിടുന്നേ. എന്നിട്ട് ഇപ്പൊ കർണാടക സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തെലങ്കാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. KVയിലും JNVയിലും ഒക്കെ നടപ്പാക്കുന്നുണ്ട്. അവിടെ കേന്ദ്ര നയപ്രകാരമുള്ള സിലബസുകൾ തന്നെയാണ് പഠിക്കുന്നത്. CBSE സ്കൂളുകളിൽ NCERT പറയുന്ന പ്രകാരമുള്ള സിലബസുകളാണ് പഠിക്കുന്നത്. സംസ്ഥാന സ്കൂളുകളിൽ സംസ്ഥാന സിലബസ് തുടരും എന്നതാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ NEP അംഗീകരിക്കുമെന്നുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സിലബസ് കേരളത്തിന് തീരുമാനിക്കാം എന്നതിനപ്പുറം NEP നടപ്പാക്കാമെന്നുള്ളത് ഒപ്പിട്ട് കൊടുത്തു എന്നതാണല്ലോ ഇവിടെ തർക്കം. അത് ആ MOU പറയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ MOU അത് വ്യക്തമാണ്. 1ാമത്തെ പാരഗ്രാഫിൽ തന്നെ അത് വ്യക്തമാണ്. അതിലൊരു പ്രത്യേക ഇളവും കേരളത്തെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. ശ്രീ എം എസ് വേണുഗോപാൽ നോക്കൂ, ഇതിപ്പോൾ തൃശ്ശൂരിലെ പൂരം കളിക്കിയ സംഭവമായാലും അത് RSSുമായിട്ടുള്ള ഗൂഢബന്ധമായിരുന്നു, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണ്. എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ ഇപ്പോഴും ഇരുളിൽ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഗൂഢാലോചന എന്ന വാക്ക് തന്നെയാണ് ഈ ദേശീയ നേതൃത്വത്തിന് അയച്ച കത്തിൽ CPI സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് പറയുന്നതും ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഡൽഹിയിൽ എന്നതാണ്. അപ്പോൾ ഈ RSS ബാന്ധവം അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു തുടങ്ങിയ നറേറ്റീവ് തന്നെയാണ് PM ശ്രീ ഒപ്പിട്ടതിലും വരുന്നത്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും അതായിരിക്കുമോ ചർച്ചയാകാൻ പോകുന്നത്? അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങളൊന്നും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്തായാലും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഇപ്പോൾ വളരെ ലോഹ്യത്തിലാണ്. അതിന് യാതൊരു സംശയമില്ല. കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും വളരെ ലോഹ്യത്തിലാണ്. കേരള മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും വളരെ ലോഹ്യത്തിലാണ്. അവരൊന്നിച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചായ കുടിക്കുന്നു, വർത്തമാനം പറയുന്നു. അവരുടെ കരാറുകൾ പലതും അവർ പരസ്പരം കൈമാറുന്നു. അങ്ങനെ സമ്മതിച്ച് കൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതിന്റെ കാര്യത്തിൽ സംശയമില്ല. ആ കരാറുകൾ എന്താണ്, അത് എന്തൊക്കെയാണ്, അതിനകത്തെ ഗൂഢവ്യവസ്ഥകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ കാര്യം വ്യക്തമാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയും ഏതാണ്ട് ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായിട്ടും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ NEPയുടെ കാര്യത്തിലാണെങ്കിൽ ഈ പോളിസി ഇവിടുത്തെ PM ശ്രീ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പോളിസിയും കൂടെ നടപ്പിലാക്കേണ്ടി വരും. അതിനകത്ത് മാറ്റിയാൽ പണം കിട്ടില്ല, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ, അതിനാണ് ശ്രീ ഗോപൻ പറഞ്ഞത് അവിടെ ഡൽഹിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കമ്മിറ്റിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ആ കമ്മിറ്റിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവിടെ ഫണ്ട് കട്ട് ചെയ്ത് വെക്കും. അപ്പൊ കട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് നിങ്ങൾ ഇനി അവിടെ പോയി ആ കമ്മിറ്റിയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്യണം എന്ന് പറയും. ആ കമ്മിറ്റി ഇരുന്ന് ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്ത് എന്താണോ വരുന്നത് അതനുസരിച്ച് പിന്നെ ഫണ്ട് റിലീസ് ചെയ്യുള്ളൂ. ദേശീയ ഗവൺമെന്റിന്റെ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏത് പോളിസി, അതിന് നമ്മുടെ ശൗചാലയമാണെങ്കിൽ പോലും, കക്കൂസ് പണിയുന്ന കാര്യമാണെങ്കിൽ പോലും അവർ പറഞ്ഞ രീതിയിൽ ആ ഡിസൈനിൽ ആ രീതിയിലല്ല ചെയ്യുന്നെങ്കിൽ അവിടുത്തെ ആൾ വെട്ടും. അതിന് യാതൊരു സംശയവുമില്ല. പൈസ കൊടുക്കില്ല. പൈസ കൊടുക്കണമെങ്കിൽ അവർ പറഞ്ഞ പോളിസി അതുപോലെ നടപ്പിലാക്കണം. അതല്ലെങ്കിൽ വെട്ടുവരും. വെട്ടുവരുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു ക്ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ശ്രീ ഗോവൻ പറയുന്നത്. അതായത് ഡൽഹിയിൽ നമ്മൾ പോയി അവരുമായിട്ട് ഇടത് നയം നടപ്പാക്കാനുള്ള സർക്കാരല്ല ഇത്. ഇടത് നയമെല്ലാം നടപ്പാക്കാനുള്ളതല്ല.
എന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം നയം എല്ലാ കാലത്തേക്കും ഉള്ളതല്ല, വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്നതാണ്, ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ വന്ന പ്രസ്താവനയ്ക്ക് എന്ത് വില എന്നൊരു ചോദ്യമുണ്ട്. CPIയുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് 27 വരെ സസ്പെൻസായി തുടരും. 27-ന് കോംപ്രമൈസോ അതോ മറ്റെന്തെങ്കിലുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഡീൽ ഓർ നോട്ട് ഡീൽ ആണോ എന്നത് അറിയാൻ നമുക്ക് 27 വരെ കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം CPI പ്രശ്നം കോംപ്രമൈസ് ആയോ എന്നതായിരുന്നു. അതെ എന്ന് പറയുന്നു 63% പേർ, അല്ല എന്ന് പറയുന്നത് 33% പേരാണ്. മറ്റ് പോംവഴികൾ CPIക്ക് മുന്നിലില്ല എന്ന ബോധ്യം ജനങ്ങൾക്ക് മുന്നിലും ഉണ്ട് എന്നാണ് ഈ പോള് കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.